ഇന്ന് നമ്മളെ സ്പൈഡർ വെബ് എന്ന് പറഞ്ഞ സ്റ്റിച്ചാട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഇത് കണ്ടോ, ഇതുപോലെ നമ്മളൊരു വട്ടം വരച്ചിട്ടുണ്ട്, വൃത്തം വരച്ചിട്ടുണ്ട്. ആ വൃത്തത്തിനകത്ത് ഇങ്ങനെ 1 2 3 4 5 സ്ട്രെയിറ്റ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടു. ഇനി ഇതിനകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാം. വാ, ചെയ്ത് നോക്കാവേ. ഇത് കണ്ടു. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ കുത്തിയെടുത്തിട്ട് ഓരോ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ കൊടുത്തിട്ടില്ല, ഇതിനകത്ത് 5 സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ 5 സ്ട്രെയിറ്റ് ലൈനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓരോ തവണ ഇങ്ങനെ സെൻറ്ററിൽ കുത്തിയെടുത്തിട്ട് ആ ലൈൻസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഇത് 5ാമത്തെ ലൈൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇതിനകത്ത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സ്റ്റിച്ചുകളുടെ ഇത് കണ്ടോ, ഈ സ്റ്റിച്ചുകളോട് ഈ വീഡിയോയ്ക്കകത്ത് നോക്കണേ, ഈ സ്റ്റിച്ചിനോട് ചേർന്ന് നമ്മൾ ഇതാണ്ട് ഇതുപോലെ സൂചി കുത്തിയെടുത്തിട്ട് ആ കുത്തി എടുക്കുമ്പോൾ ഉള്ള ആ ചേർന്ന് നിൽക്കുന്ന നമ്മൾ ആ ലൈനില്ലേ, സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ച്, അത് അവോയ്ഡ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് വരുന്നതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ സൂചി എടുക്കും. പിന്നെ വരുമ്പോൾ അതിൻ്റെ മേളിൽ കൂടെ സൂചി എടുക്കും. പിന്നെ വരുന്നതിൻ്റെ അടിയിൽ കൂടെ, അങ്ങനെ ഒന്നിടവിട്ട് നമ്മൾ ചെയ്തെടുക്കും. അതായത് നമ്മൾ ഒരു തവണ നമ്മൾ ചെയ്ത് അടിയിൽ കൂടെ ചെയ്തെങ്കിൽ അടുത്ത തവണ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ആ അടിയിൽ കൂടെ എടുത്തതിൻ്റെ മേളിൽ കൂടെ ആയിരിക്കും വരുന്നത്. അങ്ങനെ വന്ന് ഇതാണ്ട് ഇതുപോലെ ഇരിക്കും. അതായത് കാണുമ്പോൾ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റോസാപ്പൂ ഒക്കെ ഇരിക്കുന്ന ഒരു ഫീലിങ്സ്, ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. നല്ല രസമല്ലേ കാണാൻ. ഇത് കുറച്ച് കളർഫുള്ള് ത്രെഡ് ഇട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. ഞാനൊരു ഗ്രീൻ കളർ ത്രെഡായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അത് വെച്ച് ചെയ്തത്. അപ്പോൾ ഇതിനാണ് നമ്മൾ സ്പൈഡർ വെബ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. നോക്കിക്കേ, നല്ല രസമില്ലേ കാണാൻ.